എനിക്ക് പ്രസിദ്ധമായ ഒരു ഡോക്ടർ ആവണമെന്നാണ് ആഗ്രഹം. ഒരു നല്ല ഹോസ്പിറ്റലും എല്ലാം വേണം എന്നാണ്. ഇന്ത്യൻ ടീമിലെ മെയിൻ ക്യാപ്റ്റൻ ആവാനാണ് ആഗ്രഹം. മെയിൻ പ്ലെയർ ആവണം. ലോകത്തിന് അറിയപ്പെടുന്നത് തന്നെ ഡാൻസറാണ്. ഡാൻസറാണ്. കണ്ണുകൾ കൊണ്ട് മനുഷ്യന്റെ ഉള്ളിലുള്ള എല്ലാ ഭാവങ്ങളും കാണിക്കുന്ന ലോകത്തിലെ ഏറ്റവും വിലയുള്ള കമ്പനി സ്വന്തമാക്കി. ഈ കമ്പനിയുടെ മാസം 1000 കോടി കിട്ടും. തന്റെ ജീവിതത്തിലെ ചെറുപ്പം മുതൽക്ക് ഒരു ഡ്രീം മാത്രം വെച്ചുകൊണ്ട് ഇപ്പൊ വരയ്ക്കും അതിനു വേണ്ടി ശ്രമിച്ച് ഞാൻ കേരളത്തിലെ ഏറ്റവും വലിയ ആർമി ഓഫീസറായി മാറിയിരിക്കുന്നു. അതിനുവേണ്ടി ഞാൻ നന്നായി പ്രയത്നിച്ചു. കൂട്ടുകാരുടെ പിന്തുണയോടെ വിജയത്തിന്റെ പടവുകൾ കയറി. കേരളത്തിലെ ഏറ്റവും വലിയ രീതിയിൽ ബാധിച്ച് സ്ത്രീകൾക്ക് വേണ്ടി അവരുടെ ഫ്രീഡത്തിനും വേണ്ടി വേൾഡിൽ അറിയപ്പെടുന്ന ഷെഫാണ്. സ്വന്തമായി ഒരുപാട് ഹോട്ടലുകളും റെസ്റ്റോറന്റുകളും ഉണ്ട്. എല്ലാം 5 സ്റ്റാർ ഹോട്ടലുകളാണ്. പ്രശസ്തമായ സിവിൽ സർവീസ് ഓഫീസറും സാമൂഹിക പ്രവർത്തകയുമായ അശ്വിനി രാജേഷ് IAS മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുന്ന വാർത്ത. തന്റെ ചെറുപ്രായത്തിൽ തന്നെ IAS എന്ന പദവി ഇന്ത്യയിലെ പ്രശസ്തമായ ഫുട്ബോൾ താരമാണ്. ആയിരക്കണക്കിന് ജനങ്ങളുടെ മനസ്സ് കീഴടക്കി ഒരുപാട് സ്ത്രീകൾക്ക് പ്രചോദനമായി മാറിയിരിക്കുകയാണ് അനഘ IAS എന്ന 40 വയസ്സുകാരി. ചെറുപ്പം മുതലേ മനസ്സിൽ കണ്ടുവെച്ച് തന്റെ ആഗ്രഹം ഒരുപാട് വർഷങ്ങളുടെ ഇപ്പോൾ ഇന്ത്യയിലെ ബെസ്റ്റ് ബൈസ്റ്റാൻഡറാണ്. 4 സൂപ്പർ ബൈക്കുകളാണ് ഉള്ളത്. ഇന്ത്യ ഫുള്ളും അതിന്റെ സ്റ്റാൻഡിംഗ് ക്ലാസ് ആണ്, അക്കാഡമിയാണ്. ഡൽഹി സിറ്റിയിൽ ഒരു ഗ്രാമത്തിന് മുഴുവൻ ഫിനാൻഷ്യൽ സപ്പോർട്ട് നൽകി ലോകത്തിന് മാതൃകയായി മാറി അഞ്ജന IAS. ഡൽഹി ഇന്നലെ ഡൽഹി കോൺഫറൻസ് ഹാളിൽ വെച്ച് നടന്ന ചടങ്ങിൽ ഒരു ഗ്രാമത്തിന് മുഴുവൻ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ഫോട്ടോഗ്രാഫറായി അദ്ദേഹം കുറഞ്ഞ ഫീസിൽ പഠിപ്പിക്കുകയും അവർക്ക് ജോലി ഉറപ്പുവരുത്തി കൊടുക്കുകയും ചെയ്തു. അദ്ദേഹത്തെ പ്രശസ്തമായ ടീച്ചറായി മാറിയിരിക്കുന്നു. അതിലൊരു പരിശ്രമത്തിന്റെ ഫലമായാണ് പ്രശസ്തമായ ടീച്ചർ എന്ന അംഗീകാരം കിട്ടിയത്. പരിശ്രമിച്ചാൽ കിട്ടാത്തതായി ഒന്നുമില്ല എന്നതാണ് അതുല്യ പറയുന്നത്. രാജാവിനെ അനുമോദനങ്ങൾ ലോകം ബിസിനസിന് ലോക പ്രശസ്തനായ പ്രധാന വാർത്തകൾ. മിസസ് അഭിനയ ശ്രീനിവാസൻ ലോകമെമ്പാടും അറിയപ്പെടുന്ന യാത്രക്കാരിയായി ഇന്നത്തെ പത്രത്തിലെ നിസ്സഹായ അവസ്ഥയും ഒരുപാട് ഉണ്ടെങ്കിൽ പോലും അതെല്ലാം കുറഞ്ഞ ചെലവിൽ എല്ലാവരും ഓട്ടോമൊബൈൽ പഠിപ്പിച്ച് എടുക്കാനാണ്. പ്രേക്ഷകരെ എല്ലാവർക്കും ഗുഡ് ആഫ്റ്റർനൂൺ. ഇന്ന് നമ്മുടെ ചർച്ചാ വിഷയമാവുന്ന വിഷയം ലോകമെമ്പാടും പ്രശസ്തമായ സോഷ്യൽ മീഡിയയിലും മറ്റും ഫേമസ് ആയ മിസസ് നോഫിയ അമേരിക്ക പാലക്കാട് ജില്ലയിലാണ് വളർന്നത്. പ്രൈം മിനിസ്റ്റർ ഓഫ് അമേരിക്കയുടെ ഇൻസ്പിറേഷൻ ആയിട്ടാണ് ഞാനത്. വളരെയധികം സന്തോഷം. പാലക്കാട് പ്രസിഡന്റായ നേവി ഓഫീസർ. കരിയർ തന്നെ മാറ്റിവെച്ച ഞാൻ ഡെയിലി 2 മണിക്കൂർ വർക്കൗട്ട് ചെയ്യും. ചെറുപ്പകാലം മുതൽ ആഗ്രഹമായിരുന്നു ഒരു ടീച്ചർ ആവണമെന്ന്, ഇന്ത്യയുടെ 10 ജില്ലകളിൽ പോയി പഠിപ്പിക്കണമെന്ന്. ഇത്ര ചെറുപ്രായത്തിൽ തന്നെ അവർ പഠിപ്പിക്കാൻ സാധിച്ചു എന്ന് എന്റെ ആഗ്രഹം വന്നത് ഏറ്റവും വലിയ ടൈറ്റാനിക് കപ്പലിന്റെ ഓണാണെന്നായിരുന്നു. അത് സാധിച്ചുകൊണ്ട് പാവപ്പെട്ടവർക്ക് ഫ്രീ ആയിട്ട് സഹായിച്ച് ഞാൻ ആദ്യമായി കഴിഞ്ഞാൽ ഈ നാടിനെ തന്നെ സംരക്ഷിക്കണമെന്നുണ്ടായിരുന്നു. ഈ ഡ്രീം എനിക്ക് വളരെ എൻ്റെ ബ്രദർ കണ്ടായിരുന്നു. അവനൊരു ആർമി ഓഫീസറായിരുന്നു. പിന്നീട് എൻ്റെ സെക്കൻഡ് ബ്രദർ പറഞ്ഞു എനിക്ക് ഈ സ്റ്റോൾസ് നല്ലതായിരുന്നു. കേരളം മുഴുവൻ അറിയപ്പെടുന്ന ഒരു പ്രശസ്ത നാമസരം ആർട്ടിസ്റ്റായി മാറിയിരിക്കുന്നു. എൻ്റെ ഇഷ്ടത്തിന് വേണ്ടിയാണ് നാമസരം പഠിച്ചത്. എന്താ പഠിച്ചത്?
നാടിന്റെ അഭിമാനമായി തീരുമാനിച്ചിരിക്കുന്നു. പഠിക്കാൻ വിളിക്കുന്നതല്ലെങ്കിൽ ശ്രമിച്ച നേടാൻ കഴിയുന്നതാണ് അവരുടെ വാക്കുകൾ. ഇപ്പോൾ നല്ലൊരു ടീച്ചറാണ്. രംഗസ്വാമി ലോകത്തെ ഏറ്റവും വലിയ IPS പോലീസാണ്. പാവപ്പെട്ടവരെ സഹായിക്കണം, അവർക്ക് വേണ്ടിയെല്ലാം. The best motivational speaker in India. ഭാരതപ്പെടുന്നു തകർന്നുപോയ എത്ര മനസ്സുകളെ അവരുടെ വാക്കുകൾ കൊണ്ട് രക്ഷിച്ചിരിക്കുന്നു. ഇന്ത്യ അറിയുന്ന അല്ലെങ്കിൽ ലോകം അറിയുന്ന ഒരു മോട്ടിവേഷൻ സ്പീക്കർ ആകാൻ അവരെ എന്ന വ്യക്തി ലോകത്തിലെ നല്ലൊരു ബിസിനസ്മാനാണ്. തൻസീർ കുറെ പാവപ്പെട്ടവർക്ക് കുറെ വീട് വെച്ച് കൊടുത്തിട്ടുണ്ട്. തൻസീറുടെ കമ്പനിയിൽ ജോലി കൊടുത്തിട്ടുണ്ട്. തൻസീർ ഇന്നത്തെ പ്രധാന വാർത്തകൾ. മിസ് ടോഫിനി അങ്ങനെ ആ സ്വപ്നം കരസ്ഥമാക്കി. ന്യൂഡൽഹി ഇന്ത്യയിൽ തന്നെ സ്കൂളുകളിൽ മുന്നിട്ട് നിൽക്കുന്ന 10 സ്കൂളുകൾ സ്വന്തമായി നടത്തിക്കൊണ്ടു പോകുന്നതും പ്രധാന അധ്യാപികമായ മിസ് ടോഫിനി അങ്ങനെ അദ്ദേഹത്തിന്റെ ജീവിത സ്വപ്നത്തിലേക്ക് എത്തിച്ചേർന്നു. പാവപ്പെട്ട ജനങ്ങളെ വീട് വെച്ച് കൊടുത്തു. എല്ലാവർക്കും അരിയും പച്ചക്കറികളും വാങ്ങിക്കൊടുത്തു. അദ്ദേഹം വന്നപ്പോൾ ഇന്ത്യയിൽ പലയിടത്തും കുട്ടികൾക്ക് പഠിക്കാൻ അവസരം കിട്ടി. മറ്റേ എന്തോ റിലേഷൻഷിപ്പിന്റെ കാര്യങ്ങൾ പറഞ്ഞില്ലേ, അപ്പൊ പറഞ്ഞപ്പോ ഈ അഭിനയൊക്കെ പറയുന്നതായിരുന്നു മൈക്കിന് ഫ്രണ്ട് പിടിച്ച് മൈക്ക് പിടിച്ചിട്ട് കരയെന്ന് പറഞ്ഞു. ആ സംഭവം എന്താ വെച്ചാൽ കര എന്താന്ന് പറഞ്ഞു. കര എന്താന്ന് അതെന്താ വെച്ചാൽ NSS ക്യാമ്പിന്റെ ടൈപ്പിൽ ഹ്യൂമൻ ബുക്ക് എന്ന് പറഞ്ഞ സംഭവം. അതിലിങ്ങനെ നമ്മുടെ ജീവിതാനുഭവങ്ങളൊക്കെ പറയണത്. അപ്പൊ ഞാൻ എല്ലാവരും പറഞ്ഞു ഞാൻ വലിയ കാര്യത്തിലൊക്കെ പറയാതൊക്കെ പറഞ്ഞിട്ട് കുറെ കാര്യങ്ങൾക്ക് തീരുമാനിച്ചു പോയിട്ട് മൈക്കെടുത്ത് ഇങ്ങനെ നിന്നിട്ട് ഞാൻ എല്ലാവരുടെ അടുത്ത് മനസ്സന്നാവട്ടെ പറഞ്ഞു. അവര് തിരിച്ചു പറഞ്ഞു. അങ്ങനെ പറഞ്ഞു ഞാനിത് പറഞ്ഞു എനിക്ക് ഒരനുഭവം അങ്ങനെ വലുതായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ ഫസ്റ്റ് തുടങ്ങിയത് ഞാൻ അമ്മനെ മിസ് ചെയ്യുന്നത് മാത്രമേ പറഞ്ഞുള്ളൂ. ബാക്കി ആവുന്നത് ഫുള്ള് കരച്ചിലായി. പിന്നെ ഒരു മണിക്കൂർ അവിടെ നിന്ന് കരച്ചിലായിരുന്നു. അതുകൊണ്ടാണ് അവിടെ ഇങ്ങനെ കരയേണ്ട കാര്യങ്ങളാണ്. പക്ഷെ എനിക്ക് ഇവിടെ ഇന്ന് രാവിലെ മൈക്കുറിച്ച് സംസാരിച്ചു, ഇപ്പോഴും മൈക്കുറിച്ച് സംസാരിച്ചു. പക്ഷെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. കോൺഫിഡൻസ് കൂടിയിട്ടുണ്ട്. താങ്ക് യു സാർ. NSSലെ 2ാമത്തെ ക്ലാസ്സാണ് സാറിന്റെ. അന്ന് സാറ് NSS വന്നപ്പോ ഞാൻ ഒന്ന് ഫീഡ്ബാക്ക് ഒന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര പേടിയുണ്ടായിരുന്നു. ഇപ്പോഴും നല്ല പേടിയുണ്ട്. പക്ഷെ എന്താ എനിക്ക് നേരത്തെ വന്ന് സംസാരിച്ചു കഴിഞ്ഞപ്പോ സ്റ്റേജിൽ കുറച്ച് ഇതായിട്ടുണ്ട്. പിന്നെ സാറിന്റെ ക്ലാസ് ഭയങ്കരമായിട്ട് യൂസ്ഫുൾ ആയിട്ടുണ്ട്. ഇവിടെ ഞാൻ കുറെ പേർക്കൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടൊക്കെ സംസാരിക്കുന്നത്. വേറെ കൊണ്ടല്ലോ എനിക്ക് അത്രയും പ്രശ്നമുള്ളതുകൊണ്ട് തന്നെയാണ്. ഫാമിലി ആയിട്ട് കുറെ പ്രശ്നങ്ങളുണ്ടായിരിക്കാം. ഞാൻ കുറെ ഫ്രണ്ട്സിന്റെ അടുത്ത് ക്ലാസ്സിലുള്ള അടുത്തൊക്കെ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ട് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടാവും. ഞാൻ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടെങ്കിൽ സോറി. സാറിന് ക്ലാസ് ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുണ്ടായിരുന്നു എല്ലാവർക്കും. താങ്ക് യു സാർ. രണ്ടാമത്തെ ക്ലാസ് ആണിത്. അപ്പോൾ നല്ല എക്സ്പെക്ടേഷനാണ് ഞാൻ വന്നത്. സോ ആ എക്സ്പെക്ടേഷൻ കംപ്ലീറ്റ് ആയിട്ട് സാറ്റിസ്ഫൈ ആയി. ആൻഡ് താങ്ക് യു സോ മച്ച്. അപ്പൊ ആദ്യം അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞങ്ങൾക്ക് ബുക്ക് ഓഫ് ലൈഫ് അത് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആയിരുന്നു. അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി. പിന്നെ ടീച്ചർ രാവിലെ എന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ വീണ്ടും ചോദിക്കുന്നത് സാർ ക്ലാസ് എപ്പോഴാണ് വിളിക്കാന്നുള്ളത്. കാരണം മറ്റ് ക്ലാസ് ഒക്കെ കൊടുക്കുമ്പോൾ മോർണിംഗ് ടു ഈവനിങ് ഈ സെഷൻ ആയിരുന്നു നടക്കുമ്പോൾ വേഗം ഞങ്ങൾക്ക് കിട്ടാനുള്ളതായിരുന്നു. അപ്പോൾ ഭയങ്കര ഹാപ്പി ആയി. സോ ഞങ്ങളുടെ റൂൾസിനൊക്കെ കൂടെ നിന്ന് ഞങ്ങളുടെ കോൺഫിഡൻസ് ലെവലൊക്കെ എല്ലാവരും കൂട്ടി എല്ലാവരുടെയും പ്രശ്നങ്ങൾ അറിയണമെന്ന സാറിന് ഒത്തിരി കൂടി താങ്ക് യു സോ മച്ച്. ഇന്നിപ്പോ രാവിലെ നമ്മുടെ മിസ്ട്രി അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മൾ ഓരോരുത്തർക്ക് പറയാനുള്ള കാര്യങ്ങൾ എഴുതിയിരുന്നു. അപ്പൊ ഓരോരുത്തർക്ക് എങ്ങനെയാണ് മനസ്സിന് സ്നേഹം എന്നും അവരെങ്ങനെയാണ് മറ്റുള്ളവരെ കാണുന്നതെന്നും സ്നേഹിക്കണോ എന്നൊക്കെ നമുക്ക് മനസ്സിലായി. അതിന് വലിയൊരു നന്ദി. അതുപോലെ എനിക്ക് രാവിലെ ഞാൻ പറഞ്ഞ ഫ്രണ്ട്സൊന്നും ഇല്ലാണ്ട് എനിക്ക് ഉച്ചയ്ക്ക് എല്ലാവരും എന്നൊപ്പം നിന്നു. അതിന് സാധിക്കും. എനിക്ക് ഭയങ്കര യൂസ്ഫുൾ ആയി തോന്നി ഈ ക്ലാസ്. പിന്നെ എനിക്ക് ഒരിക്കലും ഈ പ്ലസ് ലൈഫിൽ മറക്കാൻ പറ്റാത്തൊരു ക്ലാസ് തന്നെയാണ് ഈ ക്ലാസ്. സാറ് പൊളിയായിരുന്നു. സാറിന്റെ ക്ലാസ് വർത്താനും മറ്റു ടീച്ചേഴ്സിനെ അപേക്ഷിച്ച് നമ്മൾ മറ്റു ടീച്ചർ എന്ന് വെച്ചാൽ എന്താണ് ഒരു ബഹുമാനം. പക്ഷേ ഈ സാറിന്റെ ഭയങ്കര കൂളായ ചില ക്ലാസ് എടുത്തു. താങ്ക് യു സർ. ഇനി എവിടെ പരിപാടിയുണ്ടെങ്കിലും ഞാൻ എന്തായാലും പങ്കെടുക്കും. എനിക്കിപ്പോ പേടിയൊന്നുമില്ല. പിന്നെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് അറ്റൻഡ് ചെയ്യുന്നത്. NSS പോയ കുട്ടികളൊക്കെ പറയുമ്പോൾ നമുക്ക് ഇനി ഇവിടെ ക്ലാസ് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഒരുപാട് എക്സൈറ്റ്മെന്റ് ഒക്കെ ആയിരുന്നു. പിന്നെ എന്താണ് ഭയങ്കര കോൺഫിഡന്റ് ആയിരുന്നു. രാവിലെ വന്നിട്ട് തന്നെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു. പിന്നെ സാറെല്ലാം സാറിനാരും പോലെയല്ല, ഭയങ്കര കൂളായിട്ട് തന്നെയാണ്. നല്ല ചില്ലാക്കും. പിന്നെന്താ ഒരുപാട് കോൺഫിഡന്റ് ആക്കാനും അതുപോലെ നമ്മുടെ ഡ്രീംസിനെ കുറിച്ച് ഒന്നുകൂടി തിങ്ക് ചെയ്യുമ്പോൾ
കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി കിട്ടും. പിന്നെ നമ്മൾ വീട്ടിലൊക്കെ ആണെങ്കിൽ ഫോണും ഒക്കെ ഡിസ്ട്രാക്റ്റഡ് ആയിട്ട് നമ്മൾ ഇതിനെ കുറിച്ചൊന്നും ചിന്തിക്കാൻ പോകില്ല. അപ്പൊ ഈ നോട്ടിഫിക്കേഷൻ വന്നതും നമ്മൾ തിങ്കിങ് ഒക്കെ മാറും. പക്ഷെ ഇപ്പൊ ഇവിടെ ഒരു ഡിസ്ട്രാക്ഷൻ ഇല്ലാണ്ട് കുറെ മൈൻഡ് പീസ്ഫുൾ ആയിട്ട് ചെയ്തപ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വന്നു. ഫ്യൂച്ചറിനെ കുറിച്ച് ഒന്നുകൂടി തിങ്ക് ചെയ്യാൻ ആ ഒരു ഇതൊക്കെ കിട്ടിയത് നല്ല യൂസ്ഫുൾ ആയിട്ട് തോന്നി. അപ്പോ താങ്ക് യു. ഞങ്ങൾ എല്ലാവരും ക്ലാസ്സിൽ പോയപ്പോ എല്ലാവരും ഇപ്പോ ചെറിയ ചെറിയ ഗ്രൂപ്പൊക്കെ മാറിയിട്ട് ഇന്ന് എല്ലാവരും ഒരു നല്ലൊരു എല്ലാവരും ഒരു ഒറ്റക്കെട്ടായിട്ട് ഒരു തോന്നിയിട്ടുണ്ട്. അത് ഇനിയിപ്പോ എന്തായാലും പ്ലസ് 1 കഴിഞ്ഞ് പ്ലസ് 2 ആവുമ്പോൾ ഞങ്ങൾ നന്നായി സെറ്റ് ആക്കണം. ഇവരുടെ പോകുമ്പോൾ ഞാൻ കണ്ടപ്പോ മോഹൻലായിട്ട് ഒരു പേഴ്സാണ് തോന്നിയത്. എത്ര ആവശ്യം തരും ഞാൻ തോന്നിട്ട് ഉത്സവം പറഞ്ഞിട്ട് എത്ര മുമ്പ് അത്രയും സപ്പോർട്ട് താങ്ക് യു സോ മച്ച്. ഐ മിസ് യു.